മാന്യപ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ സ്വാഗതം. നാടിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിച്ചാലും. കേരളം തിരുവോണത്തിന്റെയും തിരുവാതിരയുടെ നാടാണ് നമ്മുടെ കേരളം. പച്ചവിരിപ്പിട്ട വയലേലകളും താമരപൊത്ത തടാകങ്ങളും തമ്പുരു വീട്ടുന്ന തുമ്പികളും ഈ നാടിന്റെ ശാലീനതയ്ക്ക് ഭംഗിയേറുന്നു. പച്ചവിരിപ്പിട്ട വയലേലകൾ കൊണ്ട് കേരസമൃദ്ധമായ അനുഗ്രഹീതമായ നമ്മുടെ കൊച്ചുനാട്, അതെ, ദൈവത്തിന്റെ സ്വന്തം നാട് നമ്മുടെ കേരളം. കേരളം കേരളം കേളികൊട്ടുവരുന്ന കേരളം കലാരൂപങ്ങൾ തനത് ശൈലി പ്രധാനം ചെയ്തുകൊണ്ട് കലയുടെ തറവാടെന്ന് ഉദ്ഘോഷിക്കപ്പെടുന്ന നമ്മുടെ നാട് കേരളം. കലതൻ തറവാട് കേരളമേ, കൈകൂറും നാട് കേരളമേ. കലതൻ തറവാട് കേരളമേ, കൈകൂറും നാട് കേരളമേ. കുഞ്ചനും കുഞ്ചനും തിരുനാളും കൊഞ്ചിച്ചുണർത്തിയ കേരളമേ. കുഞ്ചനും കുഞ്ചനും സ്വാതി തിരുനാളും കൊഞ്ചിച്ചുണർത്തിയ കേരളമേ. കലതൻ തറവാട് കേരളമേ. വീരന്മാരും ശൂരന്മാരുമായ നൂറുകണക്കിന് അരുമ സന്താനങ്ങളെ പെറ്റുവളർത്തിയ ഒരു വീരജനനിയാണ് കേരളം. കച്ചോളിയോദയനും ആരോമൽ സേവകരും പാലാട്ട് കോമനുമെല്ലാം പടക്കച്ചേണിയും അംഗം വെട്ടിയത് ഈ മണ്ണിന്റെ വിരിമാറിൽ നിന്നുകൊണ്ടാണ്. പിറന്നു വീണ നാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ധീരന്മാരുടെ നാടാണിത്. നാടിൻ മാനം കാക്കാനായി സ്വാതന്ത്ര്യം ജീവൻ നൽകിയ ധീരന്മാർ പിറന്നു വീണൊരു മണ്ണല്ലോ. ജീവൻ നൽകിയ ധീരന്മാർ പിറന്നു വീണൊരു മണ്ണല്ലോ. പിറന്നു വീണൊരു മണ്ണല്ലോ. അതെ, സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതം മരണത്തെക്കാൾ ഭയാനകമാണെന്ന് കേരളീയർ എന്നും വിശ്വസിച്ചിരുന്നു. സ്വന്തം നാടിന്റെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച ധീരന്മാരുടെ നാടാണിത്. സ്വാതന്ത്ര്യം തന്നെയമുദം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വന്തം നാടിൻ സ്വന്തം നാടിൻ മാനം കാക്കാൻ സ്വാതന്ത്ര്യം പരിപാലിക്കാൻ ജീവൻ നൽകിയ ധീരന്മാരുടെ തറവാടാണ് ഈ മലയാളം. ജീവൻ നൽകിയ ധീരന്മാരുടെ തറവാടാണ് ഈ മലയാളം. തറവാടാണ് ഈ മലയാളം. വെള്ളക്കാരെ ഈ മണ്ണിൽ നിന്ന് തൂത്തുപായിക്കാൻ ജീവാർപ്പണം ചെയ്ത എത്രയോ ധീരദേശാഭിമാനികൾ നമുക്കുണ്ട്. സംഭവബഹുലമായ കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്ന് ചീന്തിയെടുത്ത ആവേശോജ്വലമായ ഒരു കഥ. ഒരു വീരസിംഹത്തെ പോലാറി ദേശത്തിന് ആവേശവും അഭിമാനവുമായി മാറിയ ഒരു ധീരദേശാഭിമാനിയുടെ കഥ. നമ്മുടെ കഥയുടെ പേരാണ് കേരളവർമ്മ പഴശ്ശിരാജ. വയനാടൻ മലകളെ പോലി ധരിപ്പിച്ച കഥയിതു കേട്ടാലും കൂട്ടുകാരെ. വയനാടൻ മലകളെ പോലി ധരിപ്പിച്ച കഥയിതു കേട്ടാലും കൂട്ടുകാരെ. ദേശാഭിമാനം നിറഞ്ഞു തുളുമ്പുന്ന നൽകത
വയനാടൻ കുന്നുകളെ കെട്ടിപ്പുണർന്നു കിടക്കുന്ന കോട്ടയവും പരിസര പ്രദേശങ്ങളും ചേർന്നായിരുന്നു അന്നത്തെ പഴശ്ശിരാജ്യം. നമ്മുടെ കഥയിലെ കോട്ടയം കണ്ണൂരുള്ള കോട്ടയത്തെ കുറിച്ചാണ് പറയുന്നത്. വെള്ളക്കാരുടെ ആഗമന കാലത്ത് പഴശ്ശിരാജ്യം വാണിരുന്നത് കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. സത്യസന്ധൻ, പ്രജാക്ഷേമ തൽപരൻ, നാടിന്റെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണി, അതായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. തമ്പുരാന്റെ വീര്യവും ജനസമ്മതിയും മനസ്സിലാക്കിയ വെള്ളക്കാർ തമ്പുരാനോട് ആദ്യം വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പെരുമാറിയത്. അങ്ങനെയിരിക്കെയാണ് ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടായത്. ടിപ്പുവിനെ നേരിടാൻ വെള്ളക്കാർ പഴശ്ശിരാജാവിനെ കൂട്ടുപിടിച്ചു. ഉഗ്രമായ ഒരു പോരാട്ടമായിരുന്നു അത്. ശ്രീരംഗപട്ടണത്തിൽ വെച്ചിട്ടായ യുദ്ധത്തിൽ ടിപ്പുവിന്റെ സൈന്യം ചിന്നിച്ചിതറി. സിംഹപരാക്രമിയായ ടിപ്പു സുൽത്താൻ പടക്കളത്തിൽ വീണു മരിച്ചു. പാലം കടക്കുവോളം നാരായണ എന്ന മട്ടിലായിരുന്നു വെള്ളക്കാരുടെ പെരുമാറ്റം. ടിപ്പുവിന്റെ ഭീഷണി ഒതുങ്ങിയോടുകൂടി വെള്ളക്കാർ പഴശ്ശിരാജയുമുള്ള അടുപ്പം കുറച്ചു. മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളിലും കൈകടത്താൻ തുടങ്ങി. വെള്ളക്കാരുടെ കള്ളക്കളികൾ തിരുവേലിക്ക് രസിച്ചില്ല. വെള്ളക്കാരുടെ കള്ളക്കളികൾ തിരുവേലിക്ക് രസിച്ചില്ല. നാടിന്മാനം കുരുതി കൊടുക്കാൻ തിരുവേലിക്ക് കഴിഞ്ഞില്ല. നാടിന്മാനം കുരുതി കൊടുക്കാൻ തിരുവേലിക്ക് കഴിഞ്ഞില്ല. വെള്ളക്കാരുടെ കള്ളക്കളികൾ തിരുവേലിക്ക് രസിച്ചില്ല. നാടിന്മാനം കുരുതി കൊടുക്കാൻ തിരുവേലിക്ക് കഴിഞ്ഞില്ല. തിരുവേലിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം വെള്ളപ്പരിശകളുമായി ഏറ്റുമുട്ടി. ആ വീരസിംഹം ഇടിമുഴങ്ങുന്ന സ്വരത്തിൽ പ്രഖ്യാപിച്ചു, ഈ മണ്ണ് നമ്മുടേതാണ്, ഇവിടമാണ് നമ്മുടെ തറവാട്. ഇവിടെ കാലുകുത്താൻ ഒരൊറ്റ വെള്ളക്കാരനെ പോലും ഞങ്ങൾ അനുവദിക്കില്ല. ജാതിമത വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും തമ്പുരാനോടൊപ്പം അണിനിരുന്നു. അവർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നെഞ്ചിലെ ചോര കൊടുത്താലും ഈ ഞങ്ങൾ കാത്തിടും നാടിന്റെ മാനം. നെഞ്ചിലെ ചോര കൊടുത്താലും ഈ ഞങ്ങൾ കാത്തിടും നാടിന്റെ മാനം. വെള്ളപ്പരീക്ഷകൻ മുന്നിൽ മടക്കില്ല ഞങ്ങൾ. വെള്ളപ്പരീക്ഷകൻ മടക്കില്ല ഞങ്ങൾ. നെഞ്ചിലെ ചോര കൊടുത്താലും ഈ ഞങ്ങൾ കാത്തിടും നാടിന്റെ മാനം. വെള്ളപ്പരീക്ഷകൻ മുന്നിൽ മടക്കില്ല ഞങ്ങൾ. മടക്കില്ല ഞങ്ങൾ. ഐക്യം, ആ മുന്നേറ്റം കണ്ടപ്പോ ബ്രിട്ടീഷുകാർ അടങ്ങിയിരുന്നില്ല. അവർ കമ്പനി പട്ടാളത്തിന്റെ തലവനായി അതിശക്തനായ ഒരാളെ നിയമിച്ചു, ആർതർ വെല്ലസ്ലി. വെല്ലസ്ലി പല ഉപായങ്ങളും പയറ്റി നോക്കി. പക്ഷേ തമ്പുരാനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധ്യമല്ലെന്ന് അവർക്ക് മനസ്സിലായി. ചതിപ്രയോഗത്തിലൂടെ മാത്രമേ തമ്പുരാനെ തോൽപ്പിക്കാൻ കഴിയൂന്ന് മനസ്സിലാക്കിയവർ രഹസ്യമായ നീക്കങ്ങൾ ആരംഭിച്ചു. വെല്ലസ്ലിയുടെ കപടതന്ത്രങ്ങൾ മനസ്സിലാക്കിയ തമ്പുരാൻ പുരളിമലയിലെ ഒരു സങ്കേതത്തിലേക്ക് നീങ്ങി. കാടുകൾ മേടുകളൊക്കെയും പിന്നിട്ട് തമ്പുരാൻ പുരളിമലയിലെത്തി. ശത്രുസൈന്യങ്ങളെ കൊമ്പു കുത്തിക്കുന്ന തന്ത്രങ്ങൾ ഓരോന്നും ചിന്തിക്കയാ. കാടുകൾ മേടുകളൊക്കെയും പിന്നിട്ട് തമ്പുരാൻ പുരളിമലയിലെത്തി. ശത്രുസൈന്യങ്ങളെ കൊമ്പു കുത്തിക്കുന്ന തന്ത്രങ്ങൾ ഓരോന്നും ചിന്തിക്കയാ. തമ്പുരാനെ സഹായിക്കാൻ മലയിലെ ആദിവാസികളും കുറിച്ചീരും അടങ്ങുന്ന ഒരു വൻപട തന്നെ അവിടെ അണിനിരുന്നു. അമ്പും വില്ലും ഉപയോഗിച്ചുള്ള ഒളിപ്പോരിൽ കേവന്മാരായിരുന്ന കുറിച്ചീർക്ക് തമ്പുരാൻ കൺകണ്ട ദൈവമായിരുന്നു. തമ്പ്രാനു വേണ്ടി മരിക്കുവാൻ പോലുമാ പടയാളി വൃന്ദമൊരുങ്ങി നിന്നു. ഉന്നം പിഴയ്ക്കാതെ അമ്പ് തൊടുക്കുവാൻ മലമക്കൾ കൂട്ടമായി കാത്തു നിന്നു. തമ്പുരാൻ കാട് കയറിയത് ധീരത്വം കൊണ്ടാണെന്ന് വെല്ലസ്ലിയും കൂട്ടരും പറഞ്ഞു പരത്തി. പക്ഷേ തമ്പുരാൻ ശക്തമായ ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നു.
വെല്ലസ്ലി പല നീക്കങ്ങളും ആരംഭിച്ചു. പക്ഷേ വെല്ലസ്ലിയുടെ കപടതന്ത്രങ്ങൾ മനസ്സിലാക്കിയ തമ്പുരാൻ കുരളിമലയിൽ ഒരു സങ്കേതത്തിലേക്ക് നീങ്ങി. തമ്പുരാൻ കാട് കയറിയത് ധീരത്വം കൊണ്ടാണെന്ന് വെല്ലസ്ലിയും കൂട്ടരും ഇതിനകം പറഞ്ഞു വരത്തി. പക്ഷേ തമ്പുരാൻ ശക്തമായ ഒരു ആക്രമണത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. വെല്ലസ്ലി നാടെങ്ങും ഒരു പിളങ്ങപ്പെറ തന്നെ പ്രസിദ്ധീകപ്പെടുത്തി. ഈ വിളംബരം ചെണ്ടകൊട്ടി അറിയിക്കാനായി ഒരു കൂട്ടം വെള്ളപ്പരീക്ഷകൾ മാനാഞ്ചേരി കുന്നിലെത്തി. തോക്കുധാരികളായ പട്ടാളക്കാരുടെ കാവലിൽ അവർ ആ വിളംബരം വായിക്കാൻ ആരംഭിച്ചു. വിവരം ഇതിനാൽ എല്ലാവരെയും അറിയിച്ചു കൊള്ളുന്നു. പട്ടാളത്തിന്റെ അധീനതയായിരിക്കുകയാണ്. രാജാവിനെ ആരെങ്കിലും സഹായിക്കാൻ കാണിക്കാൻ ശ്രമിച്ചാൽ കഠിന ശിക്ഷ ലഭിക്കുന്നതാണ്. പെട്ടെന്ന് ശക്തമായ ഒരു വെടിവെച്ച വിളംബരം വായിച്ചുകൊണ്ടിരുന്ന ആൾ വെടിയേറ്റ് നിലംപതിച്ചു. പട്ടാള മേധാവി അലറി വിളിച്ച് നിറതോക്കുമായി ചാടി എഴുന്നേറ്റു. പക്ഷേ ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചിലും ഒരു വെടിയുണ്ട തറച്ചിരുന്നു. അമ്പനായ അയാളും നിലംപതിച്ചു. ഇതിന്റെ സൂത്രധാരൻ കൈതേരി അമ്പുനാരായിരുന്നു. നമ്മൾ